കർഷകരെ ഷോക്കടുപ്പിച്ച് കെ.എസ്.ഇ.ബി. തിരുവല്ലാമലയിലെ കർഷകർക്കാണ് കൃഷി ആവശ്യത്തിനുള്ള സൗജന്യ വൈദ്യുതിക്ക് കുടിശ്ശിക ബില്ലും പിഴ പലിശയുമായി നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൃഷി ആവശ്യത്തിന് സൗജന്യ വൈദ്യുത കണക്ഷൻ ലഭിച്ച കർഷകർക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള വൈദ്യുതി കുടിശ്ശികയും 18% പലിശയും അടക്കം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കെ.എസ്.ഇ.ബിയുടെ നോട്ടീസ് ലഭിച്ചു. തിരുവില്ലാമലയിലെ പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗവും പന്തല്ലൂർ പാടശേഖര സമിതി പ്രസിഡന്റുമായ മോഹൻദാസ് പന്തല്ലൂർ വിഷയത്തെക്കുറിച്ച് വിശദമാക്കുന്നു. നമസ്കാരം. ഞാനൊരു കൃഷിക്കാരനാണ്. ചുരുങ്ങിയതൊരു 50 കൊല്ലത്തെ പരിചയമുണ്ട് എനിക്ക് കൃഷിക്ക്. കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി, തെങ്ങ് കൃഷി, വാഴക്കൃഷി എന്നിവയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം പ്രകാരം ഞങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി കണക്ഷനായിട്ട് മോട്ടർ വയ്ക്കാനും കൃഷിക്ക് ആവശ്യമായ വെള്ളം ഉപയോഗപ്പെടുത്താനും വേണ്ടി ഞങ്ങൾക്ക് കണക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം അത് ഞങ്ങൾക്ക് ഇതുവരെ പൈസയൊന്നും അടയ്ക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ 3 കൊല്ലമായിട്ട് ഗവൺമെൻറ് ഒരു പൈസ പോലും ഞങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കറണ്ട് ബില്ലായിട്ട് വന്നതിൽ അടയ്ക്ക് കാണുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്കാർ പറയുന്നു, നിങ്ങൾ എത്രയെങ്കിലും കുറച്ച് കാശ് അടച്ചാലേ ഇനി നിങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വിച്ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞു. ഈ 3 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് അടയ്ക്കാത്ത കാരണം ഒരു ഭീമമായ സംഖ്യയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവില്ലാമല കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. നെല്ല്, വാഴ, തെങ്ങ്, കവുങ്ങ് തുടങ്ങി കൃഷികൾ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. തന്റെ ഭാര്യയായ പ്രേമ മോഹൻദാസ് കെ.എസ്.ഇ.ബിയുടെ കർഷകർക്ക് ദുരിതം സമ്മാനിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് സംസാരിച്ചു. നമസ്കാരം. ഞങ്ങൾ ഒരു കൃഷി ചെയ്യണ ഒരു കുടുംബത്തിലത്തെ അംഗമാണ്. എൻ്റെ ഹസ്ബൻഡ് കൃഷി ചെയ്യണതാണ്. നെൽകൃഷിയുണ്ട്, റബ്ബർ, വാഴ, തെങ്ങ് ഇതെല്ലാം ഉള്ളതാണ്. പശുവുണ്ട്, പശുവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പാൽ കൊടുക്കലും എല്ലാ കൃഷികളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യുതിയുടെ പ്രതിസന്ധി, വൈദ്യുതി എടുക്കുക കാരണം കൊണ്ട് ഇപ്പോൾ അടയ്ക്കേണ്ട ഗതികേടിലായി വന്നിരിക്കുകയാണ്. അതിനുള്ള എന്തെങ്കിലും ഒരു നിവാരണം ചെയ്തു തരണം. തിരുവില്ലാമല മലാറയിലെ കർഷകനായ എൻ രാംകുമാറും കാർഷിക ആവശ്യത്തിനുള്ള സൗജന്യ വൈദ്യുത കണക്ഷന്റെ ബില്ല് അടയ്ക്കണമെന്ന് കെ.എസ്.ഇ.ബിയുടെ നോട്ടീസിനെ കുറിച്ച് പ്രതികരിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ചെറുകിട നാമമാത്രമായ കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. നെൽകൃഷിയും തെങ്ങും കവുങ്ങും കുരുമുളകും അങ്ങനെ പല കൃഷികളും ചെയ്തുമാണ് ജീവിതമാർഗം. എൻ്റെ വളപ്പിലുള്ള നാണ്യവിളകളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കൺസ്യൂം നമ്പർ 415 അവസാനിക്കുന്നത്. 40 വർഷത്തോളമായി ഇത് സൗജന്യമായിട്ട് ഈ വൈദ്യുതി ഉപയോഗിച്ച് വരികയാണ്. ഇതുവരെ നമുക്ക് അനുഭവപ്പെടാത്ത ഒരു കഷ്ടതയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇതിൻ്റെ താരിഫ് ഇളവ് ചെയ്തുകൊണ്ട് കുടിശ്ശിക വന്ന സംഖ്യ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസ് നമുക്കൊരു നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല താറുമാറായി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 1-ാം വിള അടക്കമുള്ള നെൽകൃഷി വരെ ചെയ്യാൻ കഴിയുകയും നാളികേരത്തിന് വിലയില്ലാതെയും മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ കൂനിന്മേൽ കുരു എന്ന പോലെ, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നത് പോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ നടപടികൾ അത്യധികം ദ്രോഹകരമാണ്. ഇതിനെതിരെ ആണ് ഞങ്ങളുടെ ശബ്ദം. ഞങ്ങൾക്ക് ഈ സംഗതികൾ അടയ്ക്കാൻ കഴിയുകയില്ല. ഞങ്ങളെ ഫീസ് ഉരുകയോ അല്ലെങ്കിൽ ഞങ്ങളെ വേറെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിലും ഞങ്ങൾക്ക് വിരോധമില്ല. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും മറ്റും പല കാർഷിക പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുന്ന കർഷകർക്ക് കെ.എസ്.ഇ.ബിയുടെ ഈ തെറ്റായ നയം കർഷകന് തിരിച്ചടിയായിരിക്കുകയാണെന്ന് രാംകുമാർ വ്യക്തമാക്കി. തിരുവില്ലാമലയിലെ അവിൽ മിൽ പ്രദേശത്തെ കർഷകനായ കുട്ടനും കോക്കാട്ടുകുളം പ്രദേശത്തെ കർഷകനായ അരവിന്ദാക്ഷനും തങ്ങൾക്ക് കെ.എസ്.ഇ.ബി ഓഫീസിൽ നിന്ന് ലഭിച്ച നോട്ടീസിലെ വിവരങ്ങളെക്കുറിച്ച് പ്രതികരിച്ചു. തികച്ചും വഞ്ചനാത്മകമായ തീരുമാനമാണ് കെ.എസ്.ഇ.ബിയുടേത് എന്നും ഇത് ഉടൻ പരിഹരിച്ച് കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കർഷകർ പറഞ്ഞു. തങ്ങളുടെ നിലവിലെ സ്ഥിതിയിൽ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ സാധ്യമല്ലെന്ന തീരുമാനത്തിലാണ് കർഷകർ ഇപ്പോൾ. CC ന്യൂസ്, തിരുവില്ലാമല.